ഇന്ന് നിങ്ങൾ വായിക്കുകയും കേൾക്കുകയും ചെയ്യുന്നത് അസുരവിത്ത് എന്ന നോവലിൻ്റെ 13-ാം ഭാഗമാണ്. രചനയും അവതരണവും ഇമ്മാനുവൽ എം.വി. ഏവരെയും ഈ ഓഡിയോ ആവിഷ്കാരത്തിലേക്ക് സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. മുടക്കമില്ലാതെ കേൾക്കാനും വായിക്കാനുമായി ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. അന്ന് മാനന്തവാടി ടൗണിലൂടെ പോയപ്പോൾ രണ്ട് വശങ്ങളിലേക്കും നോക്കിയെങ്കിലും ജ്വല്ലറി കണ്ടെത്താൻ റിൻസിക്ക് കഴിഞ്ഞില്ല. അവർ പോയ വഴിക്കായിരിക്കില്ല ചിലപ്പോൾ ദ്വാരക ജ്വല്ലറി. അന്ന് ആശിച്ചത് അതുകൊണ്ട് വെറുതെയായി. ഉച്ചയാകുമ്പോഴേക്കും വീട്ടിൽ മടങ്ങിയെത്താവുന്ന പാകത്തിൽ സ്കൂളിൽ നിന്ന് അവർക്ക് തിരിച്ചു പോരാൻ കഴിഞ്ഞു. അന്ന് സോജനെയും അവൻ ഉള്ള ജ്വല്ലറിയും കണ്ടില്ലെങ്കിലും അതവൾ കാര്യമാക്കിയില്ല. അപ്പോഴും അവൾക്ക് സമാധാനമുണ്ടായിരുന്നത് 2 ദിവസം കൂടി കഴിഞ്ഞാൽ ഞായറാഴ്ചയാണല്ലോ എന്നതാണ്. പള്ളിയിൽ നിന്നും സോജനയെ കാണാമല്ലോ. 2ാമത്തെ കുർബാനയ്ക്ക് വന്നാൽ മതിയായിരുന്നു. തിരിച്ചു പോരുമ്പോഴും വണ്ടിയിലിരിക്കുമ്പോൾ അവൾ എന്തൊക്കെയോ ആലോചിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. ഡ്രൈവർ സീറ്റിലിരിക്കുന്നയാൾ എന്തെങ്കിലുമൊക്കെ പറഞ്ഞാൽ അത് കേട്ടുകൊണ്ട് വണ്ടി ഓടിക്കാൻ രസമാണ്. ആദ്യമൊന്നും ചെറിയാച്ചൻ അതത്ര പരിഗണിച്ചതേയില്ല. എങ്കിലും കുറേ സമയം കഴിഞ്ഞപ്പോൾ അയാൾക്ക് ബോറടിച്ചു കാണും. ചെറിയാച്ചൻ അവളോട് ചോദിച്ചു, "നീ കുറേ സമയമായല്ലോ കൊച്ചേ, എന്തോ ആലോചിച്ചുകൊണ്ടിരിക്കുന്നു. ഇപ്പോൾ എന്താ ഇത്ര പ്രത്യേകിച്ച് ആലോചിക്കാനുള്ളത് എന്നൊന്നും എനിക്ക് മനസ്സിലാകുന്നില്ലല്ലോ. എന്നോട് പറയാവുന്ന കാര്യമാണോ? പുതിയ സ്കൂൾ കണ്ടതിൻ്റെ വിഷമമെങ്ങാനുമാണോ? അതോ അവിടുത്തെ പഠനത്തെക്കുറിച്ചുള്ള ആധി വല്ലതുമാണോ? അതാണെങ്കിൽ സാരമില്ല, കുറച്ച് ദിവസം പോയി കഴിയുമ്പോൾ എല്ലാം ശരിയായിക്കോളും." അപ്പോൾ അപ്പച്ചൻ വിചാരിച്ചിരിക്കുന്നത് താൻ സ്കൂള് കണ്ട് ഭയന്നു പോയി എന്നായിരിക്കും. ഒന്നും മിണ്ടാതെ ഇങ്ങനെ ഇരുന്നാൽ പിന്നെ അപ്പച്ചന് അങ്ങനെ തോന്നാതിരിക്കുമോ? തനിക്ക് ആലോചിക്കാൻ ഒന്നുമില്ല എന്നായിരിക്കും വിചാരം. "പ്രത്യേകിച്ചൊന്നുമില്ല അപ്പച്ച, ഞാൻ സാധാരണ വരുന്ന വഴിയല്ലല്ലോ ഇത്. അതുകൊണ്ട് വരുന്ന വഴിക്കുള്ള കെട്ടിടങ്ങളും വീടുകളും എല്ലാം നോക്കി എന്നേ ഉള്ളൂ. നല്ല രസമാണ് പുറത്തേക്ക് നോക്കിയിരിക്കാൻ. സ്കൂള് കണ്ട് പേടിച്ചു പോകാൻ എന്താ ഉള്ളത്? സാധാരണ പോലെ നമുക്ക് പഠിക്കാൻ വേണ്ടിയുള്ള സ്ഥാപനമല്ലേ. പിന്നെ പരിചയമില്ലാത്ത പിള്ളേരായിരിക്കും. അതിലൊട്ടും ഭയപ്പെടാനില്ല. ഒരു വിഷമവും എനിക്ക് തോന്നിയതുമില്ല." "അല്ല കൊച്ചേ, ഞാനങ്ങനെ വിചാരിച്ചു എന്നേ ഉള്ളൂ. വീട്ടിലാണെങ്കിൽ സാധാരണ എല്ലായ്പ്പോഴും എന്തെങ്കിലും വർത്തമാനം പറഞ്ഞുകൊണ്ടിരിക്കുന്നവളല്ലേ നീ. ഇപ്പോൾ കുറേ സമയമായി ഒന്നും മിണ്ടാതെ എന്തോ ആലോചിച്ചതുപോലെ ഇരിക്കുന്നത് കണ്ടപ്പോൾ എന്താണ് പറ്റിയത് എന്ന് ഞാൻ വിചാരിച്ചു പോയി. അത്രയേ ഉള്ളൂ." "നമ്മൾ മാനന്തവാടിയിൽ വന്നു പോയിട്ടും അപ്പച്ചൻ്റെ ഒന്നും കട കണ്ടില്ലല്ലോ ഇതുവരെ." "എവിടെയാണ് കട? അത് കഴിഞ്ഞു പോയി കാണും അല്ലേ? അതോ നമ്മൾ പോയ വഴിക്കല്ലേ കട?" "അത് കഴിഞ്ഞു പോയി. ഞാൻ നിന്നോട് പറയാഞ്ഞതാ. അവിടെ ഇപ്പോൾ എല്ലാവരും ഒരുവിധം കുടിച്ചു പരുവത്തിലായി കാണും. അവിടെ നമുക്കിറങ്ങാൻ കൊള്ളുന്നതല്ല. പിന്നെ നമ്മുടെ പരിചയക്കാരൊന്നുമായി ആരും അവിടെ കാണില്ലല്ലോ. അപ്പച്ചന് ഈ ചാരായ കച്ചവടം നിർത്തിക്കൂടെ? എന്തിനാ ഈ നാട്ടുകാരെ ഇങ്ങനെ കുടിപ്പിച്ച് കൊല്ലുന്നത്? നമുക്കതുകൊണ്ട് എന്തെങ്കിലും ഗുണം കിട്ടുമെന്ന് വിചാരിക്കുന്നുണ്ടോ? വീട്ടിൽ നിന്ന് ചോദിക്കാൻ പേടിച്ചിട്ടാണ് ഞാൻ ഇപ്പോൾ ചോദിക്കുന്നത്." "നിനക്ക് എന്നോട് ചോദിക്കാനുള്ള കാര്യം വീട്ടിൽ നിന്ന് ചോദിക്കുന്നതിന് എന്തിനാ പേടിക്കുന്നത്? നിർത്താനാണ് നിൻ്റെ നിർദ്ദേശം എങ്കിൽ നിനക്കത് പറയാമല്ലോ. അഭിപ്രായം പറയാൻ പേടിക്കുന്നതെന്തിനാ? പക്ഷേ നീ പറഞ്ഞാലും എന്നെ സംബന്ധിച്ചിടത്തോളം കുറച്ച് നാൾ കൂടി ഇത് കൊണ്ടുപോകണം. അതിനുശേഷം പൂർണ്ണമായും നിർത്തും. അത് കൃത്യമായി എത്ര കാലമെന്ന് ഇപ്പോൾ നിന്നോട് പറയുന്നില്ല. പറയാൻ സമയമാകട്ടെ, അന്നേരം പറയാം." തൽക്കാലം സംസാരം അവിടെ വെച്ച് നിന്നു. അതിന് പ്രധാന കാരണം വഴി നീളെ രൂപപ്പെട്ട കുഴികളാണ്. ഓരോ കുഴികളിലേക്കും വളരെ ശ്രദ്ധാപൂർവം ജീപ്പ് ഇറക്കുമ്പോൾ സംസാരിക്കാനും കൂടി പറ്റില്ല. അതുകൊണ്ട് സംസാരം നിർത്തി ജീപ്പ് ശ്രദ്ധാപൂർവം ഓടിക്കുന്നതിൽ മുഴുകി ചെറിയാച്ചൻ. റോഡ് നന്നാക്കാത്തതിനെക്കുറിച്ച് എന്തൊക്കെയോ
മെല്ലെ മെല്ലെ പിറുപിറുക്കുകയും ചെയ്യുന്നുണ്ടായിരുന്നു. മെല്ലെ പറയുന്ന കാര്യങ്ങൾ അത്ര നല്ലതൊന്നും ആയിരിക്കില്ലെന്നാണ് ചെറിയാച്ചൻ തന്നെ മുൻപൊരിക്കൽ റിൻസിയോട് പറഞ്ഞത്. അതുകൊണ്ട് അതെന്താണെന്ന് ചോദിക്കരുത് എന്ന്. ചോറുണ്ണാൻ സമയമായപ്പോഴേക്കും അവർ രണ്ടുപേരും വീട്ടിലെത്തി. പല ദിവസങ്ങളിലും അക്കാമ്മ വിളമ്പിത്തരുന്ന ഭക്ഷണം കഴിക്കാൻ അയാൾക്ക് കഴിയാറില്ല. ഒരു ദിവസം അതിന് പറ്റുമെങ്കിൽ ചെറിയാച്ചൻ അത് ഒഴിവാക്കുകയുമില്ല. ഞായറാഴ്ച റിൻസി പള്ളിയിൽ നിന്നും ആൻസിയെ കണ്ടു. കുർബാനയ്ക്ക് മുൻപ് തന്നെ അവൾ സ്കൂളിൽ പോയി അഡ്മിഷൻ എടുത്ത കാര്യം ചോദിച്ചു. സ്കൂളിൽ വെച്ച് തമ്മിൽ കാണാൻ അവർക്ക് കഴിഞ്ഞില്ലല്ലോ. അതേ സ്കൂളിൽ തന്നെയാണ് ആൻസിയും അഡ്മിഷൻ എടുത്തത് എന്ന് അറിഞ്ഞതുകൊണ്ട് റിൻസിക്ക് വളരെ സന്തോഷമായി. ഏതായാലും നേരത്തെ മുതൽ ഒരുമിച്ച് പോയവർക്ക് ഇനിയും അങ്ങനെ തന്നെ പോകാമല്ലോ. പ്രധാനപ്പെട്ട ഒരു വ്യത്യാസമുള്ളത് നടന്നല്ല പോകുന്നത് എന്ന് മാത്രം. എന്നാലും സാരമില്ല. അവളോട് വർത്തമാനം പറഞ്ഞു പോകുന്നത് തന്നെ ഒരു പ്രത്യേക സുഖമാണ്. ലോകത്തുള്ള മുഴുവൻ കാര്യങ്ങളെപ്പറ്റിയും ഏകദേശം അവൾക്ക് ഗ്രാഹ്യമുണ്ട് താനും. നിങ്ങൾ പോയപ്പോൾ ഒലിപ്പന്മാരെ വല്ലവരെയും കണ്ടായിരുന്നോടി? ഞങ്ങൾ ചെന്നപ്പോൾ എൻ്റെ എടി 4-5 പേരുണ്ടായിരുന്നു. അവർ സീനിയർ സ്റ്റുഡൻസ് ആണ് പോലും. ഒരു കൊല്ലത്തെ വ്യത്യാസമുണ്ടെന്നും സീനിയർ ആണെന്നുമൊക്കെ പറഞ്ഞു വന്ന് എന്നോട് പേരൊക്കെ ചോദിച്ചു. ഞാൻ സ്കൂൾ ടോപ്പറായി വന്ന ആളാണ് എന്ന് എങ്ങനെയോ ഒരുത്തൻ അറിഞ്ഞായിരുന്നു. അവനത് പറഞ്ഞപ്പോൾ ബാക്കിയുള്ളവന്മാർക്ക് അത്ര സുഖിച്ചില്ലെന്ന് തോന്നുന്നു. അവന്മാർ പറയുകയല്ലേ, അങ്ങനെയെങ്കിൽ വെറും പുസ്തകപ്പുഴുവായിരിക്കും എന്ന്. അതും പറഞ്ഞ് എല്ലാവരും കൂടി എന്നെ കളിയാക്കി. സാധാരണ ആര് കളിയാക്കിയാലും നിനക്കതൊന്നും ബാധിക്കുന്നതല്ലല്ലോ. ഇന്ന് ഇവർ 3-4 പേർ കളിയാക്കിയപ്പോൾ പിന്നെന്ത് പറ്റി? നമ്മളും അവിടെ ചെല്ലട്ടടി. നമ്മുടെ കൂടെയും കൂടാൻ ആൾ കാണും. അന്നേരം അവന്മാരത്രയൊന്നും കളിക്കാൻ വരികയില്ല. ഒറ്റയ്ക്കായിട്ടല്ലേ നിന്നെ കളിയാക്കിയത്? നീ സമാധാനമായിരിക്കുക. നമുക്ക് ധൈര്യമായിട്ടങ്ങ് പോകാം. എന്തിനും ഞാനില്ലേ നിൻ്റെ കൂടെ. ലോക പേടിത്തൊണ്ടിയായ നീയാണോ എനിക്ക് ധൈര്യം പകരുന്നയാൾ? പ്രശ്നമുണ്ടാകുന്നതിന് മുൻപേ ഓടുന്ന നീ എങ്ങനെ എന്നെ രക്ഷിക്കാനാണ്? ഈ പ്രശ്നമൊന്നും സാരമില്ല. എന്നാലും ആദ്യ അനുഭവം ഞാൻ നിന്നോട് പറഞ്ഞു എന്നേ ഉള്ളൂ. ഒലിപ്പന്മാരാണെങ്കിലും അവന്മാർ സുന്ദരന്മാരായിരുന്നോ? നീ അതുവല്ലതും നോക്കിയായിരുന്നോ? അതോ വെറുതെ ദേഷ്യപ്പെട്ട് മുഖവും കറുപ്പിച്ച് പോരുകയാണോ ചെയ്തത്? നിന്റെ സ്വഭാവം വെച്ച് നോക്കുമ്പോൾ നീ മുഖം കറുപ്പിച്ച് പോന്നു കാണാനേ സാധ്യതയുള്ളൂ. ആദ്യമേ തന്നെ പരിചയപ്പെട്ട ചുള്ളന്മാരല്ലേ. അവരെ ഒന്ന് വിശദമായി നോക്കുകയെങ്കിലും ചെയ്യാമായിരുന്നു. എൻ്റെ മോൾ അവിടെ എത്തിക്കഴിയുമ്പോൾ വിശദമായി നോക്കിക്കോ അവരെ എല്ലാവരെയും. അവർ അവിടെ തന്നെ കാണും. നിന്നെയും പരിചയപ്പെടാൻ വരികയും ചെയ്യും. ആരെയും അവരങ്ങനെ വെറുതെ വിടില്ല. അപ്പോൾ നീ അവരെ നന്നായി സ്വീകരിച്ചോണേ. ചിരിച്ച് സന്തോഷിച്ച് പരിചയപ്പെട്ടു. ചുള്ളന്മാരെ നോക്കുകയോ പരിഗണിക്കുകയോ എന്താണെന്ന് വെച്ചാൽ ഇഷ്ടത്തിന് ചെയ്തു. എന്നെ വെറുതെ വിട്ടേക്കും മോളെ. ഞാൻ വെറും പുസ്തകപ്പുഴുവായി കഴിഞ്ഞോളാം. ഞാൻ വല്ലവരുടെയും കാശുകൊണ്ട് പഠിക്കുന്നതല്ലേ. നിന്നെപ്പോലെ അല്ലല്ലോ ഞാൻ. എനിക്ക് പഠനം താൻ പ്രധാനം. അപ്പോഴേക്കും കുർബാനയ്ക്ക് മണിയടിച്ചു. വർത്തമാനം നിർത്തിയ കൂട്ടുകാരികൾ 2 പേരും പള്ളിക്കുള്ളിൽ പ്രവേശിച്ചു. കുർബാനയ്ക്ക് ശേഷം പുറത്തേക്കിറങ്ങിക്കഴിഞ്ഞപ്പോൾ റിൻസി സാധാരണ പോലെ സോജനെ അവിടെയെല്ലാം നോക്കി. സാധാരണ ദിവസങ്ങളിലും ആദ്യം ഒരു നോട്ടത്തിലൊന്നും കാണാറില്ല. അത്ര എളുപ്പത്തിലൊന്നും കണ്ടുകിട്ടുന്ന ടൈപ്പ് അല്ല എന്ന് തോന്നുന്നു. ഒരുമാതിരി വെള്ളത്തിലെ പൂളോനെ പോലെ നോക്കുന്നിടത്തായിരിക്കില്ല ആളുള്ളത്. സാധാരണ കാണാറുള്ള സ്ഥലങ്ങളിൽ നോക്കിയെങ്കിലും എവിടുന്നും കണ്ടുകിട്ടിയില്ല. അല്പം നിരാശയോടെ വേദപാഠ ക്ലാസ്സിലേക്ക് പോകാൻ തുടങ്ങുമ്പോൾ എതിരെ അതാ വരുന്നുണ്ടായിരുന്നു. വേദപാഠ ക്ലാസ് തുടങ്ങാൻ മണിയടിച്ചില്ലല്ലോ. പിന്നെന്താ ഇത്ര നേരത്തെ 2 പേരും കൂടി അങ്ങോട്ട് പോകുന്നത്? അതോ അവിടെ പോയിരുന്ന് വല്ലതും പ്രിപ്പയർ ചെയ്യാനുണ്ടോ? ആദ്യമായിട്ടായിരിക്കുമെന്ന് തോന്നുന്നു ഒന്ന് സംസാരിച്ചത്. ഇതുവരെ ചിരിച്ചിട്ടുള്ളതല്ലാതെ ഒരക്ഷരം മിണ്ടിയിട്ടില്ല. എന്നാൽ ഇന്നായിരിക്കും ഇതുങ്ങളോട് സംസാരിച്ചേക്കാം എന്ന് തോന്നിയത്
വലിയ പുള്ളിയല്ലേ. ഏത് ക്ലാസ്സിലാണെങ്കിലും അല്പം നേരത്തെ പോകുന്നതാണ് നല്ലത്. ചേട്ടൻ കേട്ടിട്ടില്ലേ, ഏർലിയർ ദ ബെറ്റർ എന്ന്? അത് തന്നെയാണ് എല്ലാ കാര്യത്തിലും നല്ലത് കേട്ടോ. ക്ലാസ് തുടങ്ങിക്കഴിഞ്ഞ് ഓടിപ്പാഞ്ഞ് ചെല്ലുന്നതിനേക്കാൾ നല്ലതല്ലേ ക്ലാസ് തുടങ്ങുന്നതിന് മുൻപ് പോയി സ്വസ്ഥമായി ഇരിക്കുന്നത്. അതുകൊണ്ട് ഞങ്ങൾ നടന്നേ ഉള്ളൂ. ചോദിച്ചത് റിൻസിയോടാണെങ്കിലും മറുപടി പറഞ്ഞത് ആൻസിയാണ്. അതിനൊക്കെ അവൾ ബഹുമിടുക്കിയാണ്. റിൻസി ആകെപ്പാടെ പേടിച്ചതുപോലെ ഒതുങ്ങി നിന്നത് മാത്രം. ഇതിൽ ഒരാൾക്ക് മിണ്ടാനുള്ള കഴിവില്ലെന്ന് തോന്നുന്നു. അയാൾ സാധാരണഗതിയിൽ മിണ്ടാറില്ലല്ലോ. അന്ന് വെള്ളത്തിൽ നിന്ന് പൊക്കിയെടുത്തപ്പോഴും ഒന്നും പറഞ്ഞില്ല. അന്നേരം പിന്നെ പേടിച്ചിട്ടായിരിക്കും. അതിനുശേഷം ആകെ ഒരു വാക്ക് പോലും പറഞ്ഞിട്ടില്ല. വല്ലപ്പോഴും കാണുമ്പോൾ ചിരിക്കുമ്പോൾ എന്തെങ്കിലും പറയും എന്ന് ഞാൻ വിചാരിച്ചു. എന്നാൽ വിചാരം വെറുതെയായി. ചേട്ടന് അവളോട് മിണ്ടാമായിരുന്നില്ലേ? ചേട്ടനും മിണ്ടിയില്ല. അതുകൊണ്ട് അവളും മിണ്ടിയില്ല. അത്രയേ ഉള്ളൂ. അവൾ എല്ലാവരോടും സംസാരിക്കും. തുടങ്ങാൻ ലേശം വിഷമമുണ്ട്, ഒരു സ്റ്റാർട്ടിംഗ് ട്രബിൾ. ചേട്ടനോടാണെങ്കിലും സംസാരിച്ച് തുടങ്ങിയാൽ സംസാരിച്ചോളും. ചേട്ടന്മാരൊക്കെ സംസാരിക്കുമ്പോൾ അല്പം ബഹുമാനം വേണ്ടേ? എൻ്റെ കൂട്ടുകാരി ബഹുമാനിച്ചു മാറി നിൽക്കുന്നതാണ്. ആൻസിക്ക് നല്ലത് അഡ്വക്കേറ്റാകാൻ LLBക്ക് പഠിക്കുന്നതായിരിക്കും. മറ്റുള്ളവർക്ക് വേണ്ടി വാദിക്കാൻ നല്ല കഴിവാണല്ലോ. കഴിവുള്ളവർക്ക് പഠിച്ചു കഴിഞ്ഞാൽ മികച്ച വക്കീലാകാം. അത്തരത്തിൽ ഒരു ഭാവിയും ഉണ്ടാകും. അതുകൊണ്ട് ആ വഴിക്കൊന്ന് ചിന്തിച്ചു നോക്കിക്കൂ. ഞാൻ പറഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ. തീരുമാനം ആൻസിയുടേതാണ്. അപ്പോഴേക്കും സൺഡേ സ്കൂൾ തുടങ്ങാനുള്ള മണിയടിച്ചു. കൂട്ടുകാരികൾ രണ്ടുപേരും വേഗം തന്നെ ക്ലാസ്സിലേക്ക് കയറിപ്പോയി. ക്ലാസ് കഴിഞ്ഞ് പുറത്തിറങ്ങിയപ്പോൾ ആൻസി ചോദിച്ചു, നീ എന്താടി ഒന്നും മിണ്ടാഞ്ഞത്? ഒന്നുമല്ലെങ്കിലും നിന്നെ ആ വെള്ളത്തിൽ നിന്ന് പൊക്കിയെടുത്ത് രക്ഷിച്ച ആളല്ലേ? പ്രത്യേക സ്നേഹവും ഉണ്ട്, അതും എനിക്കറിയാം. എന്നിട്ടും ആളിനെ കണ്ടിട്ട് നീ ഒരക്ഷരം മിണ്ടിയില്ലല്ലോ. ചേട്ടന് ആകെ വിഷമമായി കാണും. പെട്ടെന്ന് മുമ്പിൽ കണ്ടപ്പോൾ എന്താ പറയേണ്ടത് എന്ന് എനിക്കൊന്നും കിട്ടിയില്ല. നീ പറയുന്നത് പോലെ എന്തെങ്കിലുമൊന്ന് പറയാൻ എനിക്ക് അറിയത്തുമില്ല. പിന്നെ ഞാൻ എന്നാ ചെയ്യാനാ? പറയാം, കുറച്ച് കഴിയട്ടെ. ഇത്ര തിരക്കെന്താ? നിനക്ക് വേണമെന്ന് തോന്നുമ്പോൾ നീ പറഞ്ഞാൽ മതി. എനിക്ക് തിരക്കൊന്നുമില്ല. ഏതായാലും എല്ലാ ആഴ്ചയിലും തന്നെ ഒരു ദിവസം ചേട്ടനെ കാണാം. കാണുമ്പോൾ പറയാൻ എന്തെങ്കിലും നേരത്തെ കരുതി വയ്ക്കുക. വരുമ്പോൾ കാണുമ്പോൾ അങ്ങ് പറഞ്ഞേക്കുക. ഇനി ചിലപ്പോൾ രാവിലെയുള്ള ബസ്സിനും കാണാൻ കഴിഞ്ഞേക്കാം. നമ്മൾ സാധാരണ പോകാൻ ഉദ്ദേശിക്കുന്നത് 8:30 വണ്ടിക്കല്ലേ? മിക്കവാറും ചേട്ടനും ആ വണ്ടിക്ക് തന്നെ ആയിരിക്കും വരുന്നത്. അത് കഴിഞ്ഞാൽ പിന്നത്തെ വണ്ടി 9:30 ഉള്ളൂ. അതിന് പോയാൽ മാനന്തവാടിയിൽ കട തുറക്കുമ്പോഴേക്കും എത്താൻ കഴിയില്ലല്ലോ. അത് ശരിയാണല്ലോ. അങ്ങനെയാണെങ്കിൽ രാവിലെ ഇവിടെ നിന്ന് ബസ്സിന് പോകുന്ന സമയത്ത് തന്നെ നമുക്ക് കാണാൻ കഴിഞ്ഞേക്കും. ഈ ഞായറാഴ്ച കാണാനും വേണ്ടി കാത്തിരിക്കേണ്ട കാര്യവുമില്ല. ഏതായാലും എന്നും കാണാൻ തോന്നുവാടി. തോന്നിക്കോ, എന്നും കാണാൻ തോന്നിക്കൂ. ആര് പറഞ്ഞു വേണ്ടെന്ന്? ഞാനൊരിക്കലും പറയില്ല വേണ്ടാന്ന്. അതൊക്കെ നിൻ്റെ താല്പര്യം. എന്നാലേ ഞാൻ അങ്ങ് പോവുകയാണ്. സമയത്ത് ചെന്നില്ലെങ്കിൽ അപ്പച്ചനോട് എന്തെങ്കിലും ന്യായം പറയേണ്ടി വരും. നമ്മൾ കള്ളത്തരമെങ്ങാനും പറഞ്ഞാൽ കൃത്യമായി അത് കണ്ടുപിടിക്കുകയും ചെയ്യും. അതുകൊണ്ട് നുണ പറയാതിരിക്കാൻ കൃത്യസമയത്ത് തന്നെ എത്താൻ വേണ്ടി പോവുകയാണ് നല്ലത്. ഞാൻ അങ്ങനെ നുണയൊന്നും പറയാറില്ല. ഞാൻ നല്ല കുട്ടിയല്ലേ. അത്രയും പറഞ്ഞ് റിൻസി അവിടെ നിന്നും സ്ഥലം വിട്ടു. റിൻസിയും ആൻസിയും സോജനും കൂടി സംസാരിച്ചുകൊണ്ട് നിൽക്കുന്നത് തൊമ്മൻ്റെ ശ്രദ്ധയിൽപ്പെട്ടായിരുന്നു. തൊമ്മനെ സംബന്ധിച്ചിടത്തോളം ചെറിയാച്ചനോടുള്ള ആത്മാർത്ഥത കൂടുതൽ കാരണം അങ്ങേരുടെ പിള്ളേരുടെ കാര്യങ്ങളിലും അല്പം ശ്രദ്ധിക്കുമായിരുന്നു. കുഞ്ഞുങ്ങളൊന്നും വഴിതെറ്റിപ്പോകാൻ പാടില്ലല്ലോ. തനിക്കോ പെണ്ണും പിടക്കോഴിയും കുഞ്ഞുങ്ങളും ഒന്നുമില്ല. തൻ്റെ എല്ലാമായ മുതലാളിക്കുള്ള കുട്ടികൾക്ക് കുഴപ്പമൊന്നുമില്ലാതിരിക്കണം. അതുങ്ങളെ പരുന്തും എറിയനും ഒന്നും റാഞ്ചി കൊണ്ടുപോകാതെ സംരക്ഷിക്കാൻ സഹായിക്കാൻ തനിക്ക് കഴിഞ്ഞാൽ
അത് നല്ല കാര്യമല്ലേ എന്നാണ് പാവം തൊമ്മൻ വിചാരിച്ചത്. അതുകൊണ്ട് വെറുതെ ശ്രദ്ധിച്ചു എന്ന് മാത്രം. സംസാരിച്ചു കൊണ്ടിരുന്ന ചെറുക്കനെ മാത്രം തൊമ്മനെ അങ്ങോട്ട് പിടികിട്ടിയില്ല. അന്ന് വെള്ളത്തിൽ നിന്ന് പിടിച്ചു കയറ്റിയ ചെറുക്കനായിരിക്കും എന്നൊട്ട് വിചാരിച്ചതുമില്ല. ഏതായാലും നേരിട്ട് തന്നെ സംസാരിച്ചു. അല്ല, എനിക്ക് മനസ്സിലായില്ലല്ലോ, കൊച്ചെവിടുത്തെയാ? ഇതിനു മുമ്പ് ഇവിടെ കണ്ടതായി ഓർക്കുന്നില്ലല്ലോ. ചേട്ടൻ ഓർക്കാത്തത് കൊണ്ടാ. ഞാൻ കണ്ടിട്ടുണ്ടല്ലോ. അന്ന് റിൻസിയെ ആശുപത്രിയിലേക്ക് കൊണ്ടുപോയപ്പോൾ ആശുപത്രിയിൽ ചേട്ടനും കൂടെ വന്നു കഴിഞ്ഞിട്ടാണ് ഞങ്ങൾ അവിടെ നിന്ന് തിരിച്ചു പോന്നത്. ഓർക്കുന്നുണ്ടോ? അവൾ വെള്ളത്തിൽ പോയപ്പോൾ ഞാനാണ് അവിടുന്ന് അവളെ എടുത്ത് കരയ്ക്ക് കയറ്റിയത്. ആശുപത്രിയിൽ വരെ ഞങ്ങൾ കൂടെ ഉണ്ടായിരുന്നു താനും. അപ്പോൾ മനസ്സിലായി മോനെ, എൻ്റെ ഒരു ഓർമ്മക്കുറവേ. ഇപ്പോൾ അല്ലേലും ഓർമ്മ നല്ലോണം കുറവാന്നേ. പ്രായത്തിൻ്റെ കൂടി കാരണം കൊണ്ടായിരിക്കും. ഓർമ്മ കുറവ് കൊണ്ട് ചോദിച്ചെന്നേ ഉള്ളൂ. കൊച്ച് ഒന്നും വിചാരിച്ചേക്കരുത്. അയ്യോ, അല്ലേലും അതിനെന്ത് വിചാരിക്കാനാ? അറിയാത്ത കാര്യം ചോദിച്ചാലല്ലേ അറിയാൻ പറ്റുകയുള്ളൂ. എന്നാൽ പിന്നെ ഞാനങ്ങോട്ട് പോയിക്കോട്ടെ. സോജൻ യാത്ര പറഞ്ഞു പോയി. അതിന് ശേഷമാണ് തൊമ്മൻ പള്ളിയിൽ നിന്നും പോന്നത്. തൊമ്മൻ പോയി ചെറിയാച്ചനോട് എന്തെങ്കിലും പറഞ്ഞു കൊടുക്കുമോ? ആളൊരു പഴയ മനുഷ്യനാണ്. ആൺകുട്ടിയും പെൺകുട്ടിയും സംസാരിക്കുന്നത് കണ്ടാൽ പോലും സംശയിച്ചേക്കും. കഥ വായിക്കുകയും കേൾക്കുകയും ചെയ്യുമ്പോൾ നിങ്ങൾക്ക് തോന്നുന്ന അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും താഴെ കമൻ്റായി രേഖപ്പെടുത്തണേ. ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും കൂട്ടുകാർക്കും ബന്ധുക്കൾക്കുമൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കാനും മറന്നേക്കല്ലേ. കഥയുടെ ഓരോ ഭാഗങ്ങൾ അവരും കൂടി കേൾക്കട്ടേന്നേ. ഈ കഥയുടെ അടുത്ത ഭാഗം നാളെ തന്നെ പോസ്റ്റ് ചെയ്യും. സാധാരണ പോലെ ഉച്ചതിരിഞ്ഞ് 2:30 തന്നെ. എല്ലാവർക്കും നല്ലത് വരാൻ പ്രാർത്ഥിക്കുന്നു. ഓക്കേ.